everyone, welcome to Kids Area Online Class 2 Onam Exam. First term exam, Maths exam കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നടന്ന എക്സാമിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവരും റെഡിയാണോ? ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആണോ നോക്കാവോ? എക്സാം നല്ല ഈസി ആയിരുന്നു അല്ലേ? ടീച്ചർ ഇന്നലെ പഠിപ്പിച്ച ഏതാണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. നോക്കാവോ? ആൻസേഴ്സ് നോക്കാവോ? യെസ്. കിഡ്സ് ഏരിയ ഓൺലൈൻ മലയാളം എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് അടുത്ത ബാച്ച് സെപ്റ്റംബറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ കേരള സ്റ്റേറ്റ് സിലബസിൽ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് ലൈവ് ട്യൂഷൻ സൂമിൽ നൽകുന്നുണ്ട്. അതിനും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഒന്നാമത്തെ ചോദ്യം ഷേപ്സ് ആണ്. ഒന്നാമത്തെ ചോദ്യം വന്നിരിക്കുന്നത് ഷേപ്സ് എന്നുള്ളതാണ്. The friends who came home from school arranged shapes to make a toy. Count the shapes used in the toy and write the numbers. Friends എന്ത് ചെയ്തു? വീട്ടിൽ സ്കൂളിൽ നിന്ന് വന്നിട്ട് എന്ത് ചെയ്തു? ഒരു ടോയ് ഉണ്ടാക്കുകയാണ്. ഇവിടെ കണ്ടോ? ടോയ് കണ്ടോ? അതിൽ ഓരോ ഷേപ്സും എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്ത് എഴുതുക. ഓരോ ഷേപ്സും എത്ര എണ്ണമാണ് ഉള്ളതെന്ന് കൗണ്ട് ചെയ്ത് എഴുതുക. നോക്കാം. ഇവിടെ ആദ്യം കാണുന്നത് സ്ക്വയർ ആണ്. സ്ക്വയർ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. എത്ര സ്ക്വയർ ഉണ്ടെന്ന് നോക്കാം. റെഡിയാണല്ലോ? എത്ര സ്ക്വയർ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. 1 2 3 4. ഇനി ഇത് മുഴുവനായിട്ട് 5. ഇവിടെ ഒന്ന് കാണുന്നുണ്ട് 6. അപ്പോൾ എത്ര സ്ക്വയർ ഉണ്ടായിരുന്നു? 6. എത്ര സ്ക്വയർ ഉണ്ടായിരുന്നു? 6. അടുത്ത് ചോദിക്കുന്നത് ട്രയാങ്കിൾസ് ആണ്. ഇതാണ് ട്രയാങ്കിൾസ്. എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് നമുക്ക് കൗണ്ട് ചെയ്യാം. എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4. എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 4 ട്രയാങ്കിൾസ്. ഇനിയുള്ളത് സർക്കിൾ. എത്ര സർക്കിൾ ഉണ്ടെന്ന് നോക്കാവോ? സർക്കിൾ 1 2 3 4. എത്ര സർക്കിൾ ഉണ്ടായിരുന്നു? 4 സർക്കിൾസ്. അപ്പോൾ സ്ക്വയർ 6 ആണ് ആൻസർ, 6 ആണ് ആൻസർ. ട്രയാങ്കിൾ ആൻസർ 4, സർക്കിൾ ആൻസർ 4. Put a tick mark on the shape which is more in number. കൂടുതൽ ഏത് ഷേപ്പാണോ ഉള്ളത് അതിന് ടിക്ക് മാർക്ക് കൊടുക്കുക. ഏതിനാ ടിക്ക് മാർക്ക്? ഇവിടെ ഏതാണ് കൂടുതൽ? സ്ക്വയർ ആണ് കൂടുതൽ. അപ്പോൾ സ്ക്വയറിനാണ് ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത്. ഇതിൽ സ്ക്വയർ ഏതായിരുന്നു? ഇതാണ് സ്ക്വയർ. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യണം? ടിക്ക് മാർക്ക് കൊടുക്കണം. ഇതായിരുന്നു ആക്ടിവിറ്റി 1-ൽ ബി ചോദ്യം. ഇനി ആക്ടിവിറ്റി 1-ൽ നമുക്ക് സി ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം സ്ക്വയർ, ട്രയാങ്കിൾ, സർക്കിൾ. ഡ്രോ അനദർ പിക്ചർ യൂസിങ് ഓൾ ദ 3 ഷേപ്സ്. ഈ 3 ഷേപ്സും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പിക്ചർ വരയ്ക്കാനായിരുന്നു സി ക്വസ്റ്റ്യൻ. ഇതെല്ലാവരും വരച്ചില്ലേ? യെസ്. രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഇതിൽ നല്ലൊരു മോഡൽ പറഞ്ഞു തന്നിട്ടുള്ള ഇതെല്ലാം പറഞ്ഞു തന്നതായിരുന്നു. ഇവിടെ നോക്കിയേ. ട്രയാങ്കിൾ, സർക്കിൾ, സ്ക്വയർ. ട്രയാങ്കിൾ, സർക്കിൾ, 2 സ്ക്വയേഴ്സ്. 1 2. ട്രയാങ്കിൾ, സർക്കിൾ, 1 2 3. 3 സ്ക്വയേഴ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതുപോലെ വരയ്ക്കണം. ട്രയാങ്കിൾ, അടുത്തെന്താ വരയ്ക്കേണ്ടേ? സർക്കിൾ. ഇവിടെ 1 ഉണ്ടായിരുന്നത്, ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ എത്ര എണ്ണം വരയ്ക്കണം? 4 എണ്ണം വരയ്ക്കണം. 1 2 3 4. ഇതായിരുന്നു ആൻസർ. ഓക്കെ. അടുത്തത് നോക്കാം. ബി ചോദ്യം. ഇത് നല്ല ടീച്ചർ പറഞ്ഞു തന്നു. റൊട്ടേറ്റ് ചെയ്യുന്നതാണ്, കറങ്ങുന്നതായിരുന്നു. കറങ്ങുമ്പോൾ ഇതിവിടെ വരും, ഇത് ഇവിടെ വരും, ഇത് ഇവിടെ വരും. അതാണ് ഇവിടെ കാണുന്ന പിക്ചർ. അടുത്ത് ഇത് വീണ്ടും കറങ്ങുമ്പോൾ അടുത്തേക്ക് പോകും. ഇത് ഇങ്ങോട്ടേക്ക് പോകും, ഇത് ഇങ്ങോട്ടേക്ക് വരും. അതാണ് ഈ പിക്ചർ. ഇനി അടുത്ത ഇതെങ്ങനെ വരും? ഒരു സ്ക്വയർ വരയ്ക്കുക. സ്ക്വയറിനകത്ത് ഇതെങ്ങോട്ടേക്ക് പോകും? മുകളിലേക്ക് പോകും. അപ്പോൾ ഇതിവിടെ വന്നു,
ഈ സ്ക്വയർ എങ്ങോട്ടേക്ക് വരും? ഇവിടെ വരും. അപ്പോൾ ഇത് ഇവിടെ വരയ്ക്കാം. ഇതാണ് നെക്സ്റ്റ് ആൻസർ, ബി ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി സി ക്വസ്റ്റ്യൻ. 10, 20, 30, 40, 50. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, 24, 26, 28. അപ്പോൾ 24 കഴിഞ്ഞ് 25 ഇല്ല, 26 ഉണ്ട്. 26 കഴിഞ്ഞ് 27 ഇല്ല, 28 ഉണ്ട്. 28 കഴിഞ്ഞ് 29 എഴുതാൻ പാടില്ല, 30 എഴുതണം. ഇവിടെ എന്തെഴുതും? 24ന് മുമ്പ് 23 എഴുതാൻ പാടില്ല, 22 എഴുതണം. മനസ്സിലായോ? 22 എഴുതി, 23 ഇല്ല, 24, 25 ഇല്ല, 26, 27 ഇല്ല, 28, 28 കഴിഞ്ഞ് 29 ഇല്ല, 30. ഇനി നമുക്കൊരു പാറ്റേൺ എഴുതുന്നില്ല, ടീച്ചർ പറഞ്ഞു തന്നൊരു പാറ്റേൺ ഉണ്ടായിരുന്നല്ലോ. 5, 10, 15, 20. ഇങ്ങനെ ഒരു പാറ്റേൺ ടീച്ചർ പറഞ്ഞു തന്നു. മറ്റൊരു പാറ്റേൺ പറഞ്ഞു തന്നു, ഓർമ്മയുണ്ടോ? 1 കഴിഞ്ഞ് 2 എഴുതില്ല, 3 എഴുതും. 4 എഴുതില്ല, 5 എഴുതും. 6 എഴുതില്ല, 7 എഴുതും. 8 എഴുതില്ല, 9 എഴുതും. ഇങ്ങനെ ഒരു പാറ്റേൺ പറഞ്ഞു തന്ന ഓർമ്മയുണ്ടോ? യെസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ എഴുതാം കേട്ടോ. നിങ്ങൾ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നോക്കാം. അടുത്ത മൂന്നാമത്തെ ആക്ടിവിറ്റി ആയിരുന്നേ നമ്പർ വീൽ. ലുക്ക് അറ്റ് ദ നമ്പേഴ്സ് ദ ചിൽഡ്രൻ ഗോട്ട് ബൈ സ്പിന്നിങ് ദ നമ്പർ വീൽ. ഇവിടെ നമ്പർ വീൽ കേൾക്കുമ്പോൾ ഓരോരുത്തർക്കും കിട്ടിയ പോയിന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 55, 29, 13, 40, 18, 60. ഓക്കെ, റിഹാന് കിട്ടിയത് 29, സിയാദ് 18, സനീഷ് 55, ദിയ 60, മിയ 40, ഫിദ 13. ഓക്കെ, ഇത് മനസ്സിലായോ? അപ്പോൾ ഇതിനുള്ള ചോദ്യങ്ങൾ നോക്കാവേ. ചോദ്യങ്ങൾ: ഹു ഗോട്ട് ദ ലാർജസ്റ്റ് നമ്പർ? ഏറ്റവും വലിയ നമ്പർ കിട്ടിയത് ആർക്കാ? ടീച്ചർ ഇവിടെ തന്നിട്ടുണ്ട്. ഏറ്റവും വലിയ നമ്പർ കിട്ടിയത് ആർക്കാ? ഇതിൽ ആർക്കാണ്? 60 കിട്ടിയ ദിയയ്ക്കാണ് ഏറ്റവും വലിയ നമ്പർ കിട്ടിയത്. അപ്പോൾ ഹു ഗോട്ട് ദ ലാർജസ്റ്റ് നമ്പർ? ദിയ. ഓക്കെ, അടുത്ത ചോദ്യം. റൈറ്റ് ദ നമ്പേഴ്സ് ഓൺ ദ നമ്പർ വീൽ ഫ്രം ദ ലാർജസ്റ്റ് ടു ദ സ്മോളസ്റ്റ്. ഈ നമ്പേഴ്സിന് എന്ത് ചെയ്യണം? ലാർജസ്റ്റിൽ നിന്ന് സ്മോളസ്റ്റിലോട്ട് എഴുതണം. ലാർജ് വലുതിൽ നിന്ന് ചെറുതിലോട്ട്. അപ്പോൾ ഏറ്റവും വലുത് ഏതായിരുന്നു? 1ൽ തുടങ്ങുന്നതാണോ, 2 ആണോ, 3 ആണോ, 4 ആണോ, 5 ആണോ, 6 ആണോ? 6 ആണ്. അപ്പോൾ 6ൽ തുടങ്ങുന്നതാണ് ഏറ്റവും വലുത്. അപ്പോൾ 6 കഴിഞ്ഞു. ഇനി അടുത്ത് 5ൽ തുടങ്ങുന്നതുണ്ടോ? യെസ് ഉണ്ട്. 5ൽ തുടങ്ങുന്ന ഒരെണ്ണം ഉണ്ട്. ഇതാണ് 5ൽ തുടങ്ങുന്നത്. അപ്പോൾ 55. ഇനി 5ൽ തുടങ്ങുന്നത് കഴിഞ്ഞ് 4ൽ തുടങ്ങുന്നതുണ്ടോ? ഇതാണ് അല്ലേ 4ൽ തുടങ്ങുന്നത്. അപ്പോൾ 4ൽ തുടങ്ങുന്നതാണ് അടുത്തെഴുതേണ്ടത്. 4ൽ തുടങ്ങുന്നത് എന്താ? 40. ഇനി 3ൽ തുടങ്ങുന്നതുണ്ടോ? ഇല്ല. 2ൽ യെസ് 29. ഇനി 1ൽ തുടങ്ങുന്ന രണ്ടെണ്ണം ഉണ്ട്. 18 ഉണ്ട്, 13 ഉണ്ട്. അതിൽ വലുത് ഏതാണ്? സെക്കൻഡ് നമ്പർ നോക്കണം. സെക്കൻഡ് നമ്പർ 8ഉം 3ഉം. അതിലേതാ വലുത്? 8. അപ്പോൾ 18, 13. അപ്പോൾ ഇതിങ്ങനെയാണ് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുക, ലാർജസ്റ്റിൽ നിന്ന് സ്മോളസ്റ്റിലേക്ക് എഴുതുക. ഇനി ഇവിടെ 60യെ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറെൻറ്റ് ഫോമിൽ എഴുതണം. അതിന് ടീച്ചർ ഇന്നലെ പറഞ്ഞു, 50 എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തന്നായിരുന്നു. 60 ones. ഇനി എത്ര ടെൻസ് എന്ന് എഴുതാം? 6 ടെൻസ് എന്ന് എഴുതാം. 6 ടെൻസ് എന്ന് എഴുതാം. ഇനി നമുക്ക് എന്തെന്ന് എഴുതാം? 50 + 10 എന്ന് എഴുതാം. 50 + 10 എന്ന് എഴുതാം. ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് എങ്ങനെ എഴുതാം? 59 + 1 എന്ന് എഴുതാം. ഇനി ഇതുപോലെ എന്ത് ചെയ്യുന്നത്? പല രീതിയിലും ഇതുപോലെ അഡീഷൻ ചെയ്തിട്ട് എഴുതുന്നതായിട്ടും കാണിക്കാം. 30 + 30 എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ ചിൽഡ്രൻ, എല്ലാവരും ആൻസർ കറക്റ്റായിട്ട് ചെയ്തോ? മൂന്നാമത്തെ ആൻസർ എല്ലാവർക്കും കറക്റ്റ് ആണോ? യെസ്. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ലെറ്റ്സ് ബൈ തിങ്സ്. ഇതും ടീച്ചർ പറഞ്ഞു തന്നായിരുന്നു. സീ ദ പ്രൈസ് ലിസ്റ്റ്. ബലൂൺ 20 rupees, വിസിൽ 30 rupees, കൈറ്റ് 70 rupees, സ്പിന്നിംഗ് ടോപ്പ് 25 rupees. വിച്ച് ഐറ്റം ഇൻ ദ പ്രൈസ് ലിസ്റ്റ് കോസ്റ്റ് ദ ലീസ്റ്റ്? ഏറ്റവും കുറവ് ഇതിലേതിനെന്നാണ് ചോദിക്കുന്നത്. ഏറ്റവും കുറവ് ഏതിനാ? 20 rupees. ആർക്കാ? ബലൂണിനാണ്. ബലൂൺ. അപ്പോൾ ആൻസർ എന്താ ഇവിടെ എഴുതേണ്ടേ? എ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബലൂൺ. എന്തായിരുന്നു? ബലൂൺ. ഏറ്റവും കുറഞ്ഞ വിലയുള്ളത് എന്തിനായിരുന്നു? ബലൂണിനായിരുന്നു. അതുകൊണ്ട് ബലൂണാണ്
ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി നമുക്ക് ബി ചോദ്യം നോക്കാം. ഹൗ മച്ച് മോർ ഡസ് ദ സ്പിന്നിങ് ടോപ്പ് കോസ്റ്റ് ദാൻ ദ ബലൂൺ? ഇവിടെ ചോദിച്ചത് ബലൂണിനെക്കാളും എത്ര രൂപ കൂടുതലാണ് സ്പിന്നിങ് ടോപ്പിനെന്നാണ് ചോദിക്കുന്നത്. ബലൂണിന് 20 റുപ്പീസ്, സ്പിന്നിങ് ടോപ്പിന് 25 റുപ്പീസ്. അപ്പോൾ എത്ര രൂപ കൂടുതലായിരുന്നു? 5 റുപ്പീസ്. എത്ര രൂപയാണ് കൂടുതൽ? 5 റുപ്പീസ് ആയിരുന്നു കൂടുതൽ. സി ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ കൈറ്റ് ആൻഡ് ദ വിസിൽ? കൈറ്റിൻ്റെയും വിസിലിൻ്റെയും ടോട്ടൽ കോസ്റ്റ് എത്രയെന്നാണ് ചോദിക്കുന്നത്. കൈറ്റിന് എത്ര രൂപയായിരുന്നു? 70 റുപ്പീസ് ആയിരുന്നു. വിസിലിന് എത്ര റുപ്പീസ് ആയിരുന്നു? 30 റുപ്പീസ് ആയിരുന്നു. രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്ത് ചെയ്യണം? 7ഉം 3യും കൂടെ കൂട്ടുമ്പോൾ 10 അല്ലേ? അല്ലേ? യെസ്. അപ്പോൾ എന്ത് ചെയ്യണം? 100 ആണ് രൂപ. എത്രയാണ്? 100 RS. 70 + 30 100 രൂപ. 100 രൂപയാണ് കേട്ടോ. കൈറ്റിനും വിസിലിനും കൂടി 100 രൂപയായി. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് 2 ബലൂൺസ്? 2 ബലൂണിൻ്റെ വില എത്രയാണ്? ഇന്നലെ ടീച്ചർ പറഞ്ഞു തന്നായിരുന്നു. 20 + 20. 2ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 4. അപ്പോൾ 40. എത്രയാ? 20 + 20 40. Sonu bought 2 balloons and paid 50 rupees. How much will he get back? 50 രൂപ കൊടുത്തു. 40 രൂപയാണ് 2 ബലൂണിനും ആയത്. 2 ബലൂൺ മേടിച്ചു, 40 രൂപയായി. 50 രൂപ കൊടുത്തു. അപ്പോൾ എത്ര രൂപ ബാക്കി കൊടുക്കും? 50ൽ നിന്ന് 40 പോയാൽ എത്ര രൂപയാണ് ബാക്കി വരിക? 10 RS. സെയിം ക്വസ്റ്റ്യൻ വേറെ ഇതിൽ ടീച്ചർ പറഞ്ഞു തന്നായിരുന്നു. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു. അതേ മെത്തേഡ് ടീച്ചർ പറഞ്ഞു തന്നായിരുന്നു. ഓർമ്മയുണ്ടോ? 10 റുപ്പീസാണ് ബാലൻസ് വരുന്നത്. യെസ്. ഓക്കെ. അപ്പോൾ ഇതായിരുന്നു 4ാമത്തെ ആക്ടിവിറ്റി. ഇനി നമുക്ക് 5ാമത്തെ ആക്ടിവിറ്റി നോക്കാം. 5ാമത്തെ ആക്ടിവിറ്റി. The children grouped the badges they had made. How many groups did each child make? ഇവിടെ 10s ഉണ്ട്, 1s ഉണ്ട്. അപ്പോൾ റിഹാൻ ഇത് ടീച്ചർ പറഞ്ഞു തന്നു. റിഹാൻ എത്ര 10s ഉണ്ടാക്കിയേ? 1 2 3 4. 4 10s 40. 1 2 3 4 5 6. എത്ര 1s ഉണ്ട്? 6 1. 40 + 6 46. 40 + 6 46. ഓക്കെ. അടുത്ത സിയാദ്. സിയാദ് എങ്ങനെയാ? ഇവിടെ എത്ര 10s ഉണ്ട്? 2 10s. അപ്പോൾ 20. ഇവിടെ 24 ഉണ്ട്. അപ്പോൾ എത്ര 1s ഉണ്ടാക്കിയിരിക്കാം? 4 അല്ലേ? അപ്പോൾ എത്ര ഇതിലുണ്ടാക്കിയിരിക്കാം? 4 എണ്ണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഇതുപോലെ 4 എണ്ണം വരച്ചു കൊടുക്കണം. 1 2 3 4. ഇപ്പോൾ എത്രയായി? 4. 20 and 4 24. ഇനിയുണ്ട് ഇനിയുമുണ്ട് സനീഷ്. സനീഷ് എത്ര 10s ആണ്? 3 10s. അപ്പോൾ 30. എത്ര 1s ആണ്? 2. അപ്പോൾ 30 and 2 32. ഇനി ഇവിടെ ദിയ എത്ര 10s ഉണ്ട്? 1 2 3 4 5. 5 10s 50. 1സിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ടോട്ടൽ എത്ര തന്നെയാണ്? 50. മിയ എത്ര ഉണ്ടാക്കി? 1 10 എന്ന് പറയുമ്പോൾ 10 തന്നെയാണ്. ഇവിടെ എത്ര 11 ആണ് ആകെ ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു 1s ഉണ്ട് അല്ലേ? അപ്പോൾ ഒരു ബാഡ്ജ് എന്ത് ചെയ്യണം? വരച്ചു കൊടുക്കണം. അപ്പോൾ 10 and 1 11. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ 2ാം ക്ലാസ്സിലെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവരും ആൻസേഴ്സ് നല്ലതുപോലെ എഴുതിയല്ലോ അല്ലേ? യെസ്. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ ഇനി നല്ലൊരു അവധിക്കാലമാണ്. ഓക്കെ, ഹാപ്പി വെക്കേഷൻ. ബൈ 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 ചിൽഡ്രൻ. താങ്ക് യു.